നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക ആളുകളെയും വലയ്ക്കുന്ന ഒന്നാണ് സാമ്പത്തിക പ്രശ്നം. എന്തൊക്കെ ചെയ്തിട്ടും പലപ്പോഴും വീട്ടിൽ പണത്തിൻ്റെ അഭാവം ഉണ്ടാകാറുണ്ട്. വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാനായി നമ്മൾക്ക് നിരവധി പരീക്ഷണങ്ങൾ ചെയ്തവരും ഉണ്ടാകും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാകും. കാരണം സാമ്പത്തിക പ്രതിസന്ധികൾ ഒരുപാട് ഉള്ള ഒരു സമയം കൂടിയാണ് ഏവർക്കും ഈ സമയം. എന്നാൽ രാവിലെ ഉണർന്നയുടൻ ഈ 4 കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഒരു പരിധി വരെ നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുമെന്നത്. അപ്പോൾ ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്ത് വീട്ടിലേക്ക് ഭവനത്തിലേക്ക് സമ്പത്ത് വരുവാനായി നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്ന ലളിതമായ കാര്യങ്ങളിൽ ആദ്യത്തേത് തന്നെ സൂര്യോദയത്തിന് മുൻപ് ഉണരുക എന്നതാണ്. സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്ന് തൂത്തുവാരി വൃത്തിയാക്കണം നമ്മുടെ ഭവനം. അത് സന്തോഷത്തിനും ഐശ്വര്യത്തിനും തന്നെ കാരണമാകുന്നുണ്ട്. വീടിൻ്റെ പ്രധാന വാതിലുകൾ അത് സൂര്യോദയത്തിന് മുൻപ് തുറന്നിടേണ്ടത് വളരെ അത്യാവശ്യമാണ്. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ നമ്മുടെ വീട്ടിൽ സമ്പത്ത് നിറയ്ക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ കിരണം ഭവനത്തിലേക്ക് വരുമ്പോൾ സമ്പത്ത് നമ്മളിലേക്ക് എത്താനൊരു വഴി തുറന്നു തരികയാണ്. രാവിലെ ഇങ്ങനെ വരെ കിടന്നുറങ്ങുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സൂര്യോദയത്തിന് മുൻപ് ഉണരേണ്ടതാണ്. സൂര്യോദയത്തിന് മുമ്പ് ഭവനം അടിച്ചുവാരി വൃത്തിയാക്കി വാതിലുകൾ തുറന്നിടേണ്ടതും വളരെ അത്യാവശ്യമാണ്. അടുത്തതായി ചെയ്യേണ്ടത് ദൈവനാമത്തിൽ വേണം ദിനം തുടങ്ങേണ്ടത്. കാരണം രാവിലെ എഴുന്നേറ്റ് നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ദിനചര്യയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഭഗവാനോട് നന്ദി പറഞ്ഞ് അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ദിനം തുടങ്ങേണ്ടത്. കാരണം നമ്മൾക്ക് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനായി ശക്തി തരേണ്ടത് ആ ദൈവമാണ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന എനർജിയും ശക്തിയും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജവുമാണ് നമ്മൾക്ക് പിന്നെ മുന്നോട്ട് പോകുന്നതിനായി നമ്മളിലേക്ക് ലഭിക്കുന്ന ഊർജ്ജം. അദ്ദേഹം തരുന്ന ശക്തിയും കഴിവും കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഐശ്വര്യത്തോടു കൂടി പോകുവാനും സമൃദ്ധിയോടു കൂടി ജീവിക്കാനും സാധിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു വലിയ ആളുകളാണ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും എന്നൊരു വലിയ ഭാവം ആദ്യം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുന്നോട്ടുള്ള നല്ലൊരു ജീവിതത്തിന് നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്നുള്ളൊരു ഭാവമാണ് ആദ്യമേ ഒഴിവാക്കേണ്ടത്. പിന്നെ ദൈവനാമത്തിൽ വേണം ഓരോ ദിനവും തുടങ്ങാൻ. ഭഗവാന്റെ കൃപ നമ്മളിൽ ആ ദിവസം ഉടനീളം മുന്നോട്ടുള്ള ദിവസങ്ങളിലും ലഭിക്കുന്നതിന് വേണ്ടി ഒരു ദിനം തുടങ്ങുമ്പോൾ ദൈവനാമത്തിൽ തന്നെ തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മളിൽ ഭഗവാന്റെ കൃപയും സമ്പത്തും ലഭിക്കുന്നതിന് കാരണമാകും. അടുത്തതായി പറയുന്നത് സൂര്യഭഗവാന് വെള്ളം സമർപ്പിക്കുക എന്നതാണ്. അതായത് രാവിലെ ഉണർന്ന് സൂര്യദേവന് വെള്ളം സമർപ്പിക്കണം. ഇത് സ്ഥിരമായി ചെയ്യുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന വീടുകളിൽ ദാരിദ്ര്യം അകലുന്നതായി പറയപ്പെടുന്നു. അതേപോലെ തന്നെ രാവിലെ ഇത് ചെയ്യുന്ന സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്ന സൂര്യഭഗവാന് വെള്ളം നിവേദിക്കുന്ന കുട്ടികളുടെ കൈകൊണ്ടാണ് കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വിദ്യാവിജയം ലഭിക്കുമെന്നതിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് സൂര്യഭഗവാനെ ഉണർന്നയുടൻ സൂര്യഭഗവാനെ സ്മരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതായി സമ്പത്തും സമൃദ്ധിയും ഒക്കെ വരുന്നതിനായി പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണനെയാണ്. ഉണർന്ന് കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് മനസ്സിൽ സ്മരിച്ച്, അതായത് വിളക്കിൻ്റെ മുമ്പിൽ ചെന്നിട്ട് മന്ത്രങ്ങൾ ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെയാകട്ടെ. അല്ലാത്തവർ തിരക്കുകളിലും ജോലികളിലും ഒക്കെ പോകാനായിട്ട് നിൽക്കുന്നവരാകട്ടെ മനസ്സിൽ എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് സ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. കടങ്ങളാൽ ദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നു വലയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി ചെയ്യുന്നു, ശമ്പളം കൈ കിട്ടുന്നു, നിമിഷ നേരം കൊണ്ട് ചിലവാകുന്നു, ഇങ്ങനെയുള്ള വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമുക്ക് സമ്പത്ത് കയ്യിലോട്ട് നിൽക്കാത്ത നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഭവനത്തിലും ഒക്കെ വരുത്തിയാൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ദിവസം തുടരുമ്പോൾ തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭവനം വൃത്തിയായിക്കൊണ്ട്, അതായത് പൂജാമുറിയൊക്കെ വൃത്തിയാക്കി നല്ലൊരു സുദിനം വരാൻ, നല്ലൊരു ദിനം വരാൻ, മുന്നോട്ടുള്ള ദിനങ്ങൾ സന്തോഷകരമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഇതുവരെ തന്ന നന്മകളെ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഏതൊരു ദിവസവും തുടങ്ങാനായി. അങ്ങനെ ചെയ്യുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ദാരിദ്ര്യ ദുഃഖത്തെ എല്ലാം ഭഗവാൻ, നമ്മളെ വിഷമങ്ങളെല്ലാം ഭഗവാൻ കാണുകയും ആ വിഷമങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം തന്ന് മുന്നോട്ടുള്ള ജീവിതം സുഗമം ആയി പോകുന്നതിന് ഭഗവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. നമസ്കാരം.